ഗെയ്സ്, വാ നമുക്കൊന്ന് കോളേജിൽ പോയിട്ട് വരാം. സോ ഗെറ്റ് റെഡി വിത്ത് മീ. അപ്പൊ നമ്മുടെ ഈ ചാനലിലെ ആദ്യത്തെ ഗെറ്റ് റെഡി വിത്ത് മീ ആണിത്. അങ്ങനെ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നും ഇല്ല, കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളാണ്. അപ്പൊ അത് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ ഞാനൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. സൺസ്ക്രീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൗഡർ ആണ് ഇടുന്നത്. അങ്ങനെ പൗഡറും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് കണ്ണെഴുതാം. ഞാൻ മുകളിലും താഴെയും കണ്ണെഴുതിയിട്ടാണ് എല്ലാ ദിവസവും കോളേജിൽ പോകുന്നത്. എനിക്ക് കണ്ണെഴുതിയില്ലെങ്കിൽ ഒരുമാതിരി എന്താ പറയാ, ഒരു മ്ലാനത ഫീൽ ചെയ്യും. പിന്നെ അത് മാത്രമല്ല, അങ്ങോട്ട് നടന്നാലും ഇങ്ങോട്ട് നടന്നാലും കാണുന്നവരൊക്കെ ഒരേ ചോദ്യം, എന്നാ ശ്രുതി വയ്യേ, പനിയാണോ? ഇതാണ് എന്റെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതാതെ പുറത്തു പോകത്തില്ല. പിന്നെ എനിക്ക് കണ്ണെഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ ഐലൈനർ വെച്ചിട്ടാണ് മുകളിലും താഴെയൊക്കെ എഴുതി കൊടുക്കുന്നത്. അതിന് കുറച്ച് സമയം എടുക്കും കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നതിന്റെ ഇരട്ടിയുടെ സമയം എടുക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ എന്റെ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. വൺ ഓഫ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ഗൈസ് ഇത്. പിന്നെ ഞാനിത് കോളേജിൽ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട് ഇത് എനിക്ക് നന്നായിട്ട് ചേരാറുണ്ട്, നല്ല ഔട്ട്ഫിറ്റ് ആണെന്നൊക്കെ. എനിക്ക് ഈ ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ്. നല്ല അടിപൊളി ക്വാളിറ്റി ആണ് ഗൈസ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്ത് നോക്കൂ. കണ്ണ് മിനുക്കി കഴിഞ്ഞാൽ പിന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിപ്പൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്യും. ലിപ് ലൈനർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് ഞാൻ ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് ഗൈസ് ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ലിപ്പ് വേഗം ചീത്തയായി പോകും. ഐ മീൻ പിഗ്മെന്റേഷൻസും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എനിക്ക് ലിപ് ബാം അപ്ലൈ ചെയ്തതിന് ശേഷം ലിപ്സ്റ്റിക് ഇടുന്നതാണ് കുറച്ചും കൂടെ ഇഷ്ടം. സോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലയിടുക, കമ്മലിടുക, വളയിടുക, ഇതൊക്കെയാണ്. എനിക്ക് കുപ്പിവള ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എന്റെ കുപ്പിവള കളക്ഷൻ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ഗൈസ്. എന്റെ കയ്യിൽ അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ച് കുപ്പിവളയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് കളറിലുള്ളതൊക്കെ ഉണ്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം. ഓക്കെ, അങ്ങനെ ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കമ്മൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. തൂക്കമ്മലാണ്. എനിക്ക് മുട്ടുകമ്മലിനെക്കാട്ടിലും ഇഷ്ടം കുറച്ച് തൂക്കമുള്ള. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ദേ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് അച്ചു മേടിച്ചെന്നാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പക്ഷെ വിശ്വസിച്ചേ പറ്റുള്ളൂ. ഇതെനിക്ക് അവൻ മേടിച്ചെന്നാണ്. എനിക്ക് കുറച്ച് മാല ഉണ്ടെങ്കിലും അതിലേറ്റവും എനിക്ക് ഫേവറേറ്റ് ആയത് ഈ ഒരു മാല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് അവൻ മേടിച്ച് തന്നോണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സത്യത്തിൽ അറിയത്തില്ല. പക്ഷെ എന്റെ കയ്യിലുള്ളതിൽ ഏറ്റവും നല്ല മാലയായിട്ട് എനിക്ക് തോന്നിയേക്കുന്ന ഇതാ. അതേപോലെ തന്നെ അവൻ കഴിഞ്ഞ ദിവസം ഒരു കമ്മൽ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അവന് ഭയങ്കര സെലക്ഷൻ ഉണ്ട് സത്യമായിട്ട്. ഞാൻ ആ കമ്മൽ ഞാൻ ഇനി ഏതെങ്കിലുമൊക്കെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കുപ്പിവള പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമ്മൾ അത് സേഫ് ആയിട്ട് വെച്ചില്ലെങ്കിൽ. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ പാത്രത്തിലും പിന്നെ ഓരോരോ സാധനങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. അപ്പൊ കറക്റ്റ് ഇതിന് മാച്ച് ആവുന്ന ഒരു വള എന്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഏകദേശം ഒരു പച്ച നിറമുള്ളത് ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഇടുക. അതേപോലെ ഐ ഡി കാർഡ് ഇല്ലെങ്കിൽ നമ്മളെ ആ പരിസരത്ത് പോലും കയറ്റത്തില്ല. ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ഐ ഡി കാർഡിന്റെ കാര്യത്തിൽ. പിന്നെ രാവിലെ കുളിച്ചു കഴിഞ്ഞാൽ മുടി ഉണങ്ങുക കുറച്ച് ടാസ്ക്. അപ്പൊ ഇതേപോലെ എന്റെ മുടി ഇരിക്കത്തുള്ളൂ. അത്രയ്ക്കുള്ള ഗൈസ്. അപ്പൊ ബൈ ബൈ.